എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ജിജി ചിലമ്പിൽ എഴുതിയ ഡിറ്റക്റ്റീവ് ഹൊറർ നോവലായ ഹൗസ്. ഹിമശൈലം എസ്റ്റേറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന പൊളിഞ്ഞു വീഴാറായ ബോർഡിനടുത്തുള്ള ഗട്ട് റോഡിന് സമീപം വിജയൻ കാർ നിർത്തി. എന്തിനാ കാർ നിർത്തിയത്? പിൻസീറ്റിൽ കണ്ണടച്ച് ചാരിക്കിടക്കുകയായിരുന്ന രവിവർമ്മ ചോദിച്ചു. സാറ് പറഞ്ഞ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഇതുതന്നെയാണെന്ന് തോന്നുന്നു. ഒരു ബോർഡ് കാണുന്നുണ്ട്. രവിവർമ്മ സൈഡ് ഗ്ലാസ് താഴ്ത്തി നോക്കി. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ബോർഡ്. അക്ഷരങ്ങൾ മായാൻ തുടങ്ങിയിരിക്കുന്നു. ഹിമശൈലം എസ്റ്റേറ്റ്. ഇത് തന്നെയാണ് അശോകൻ പറഞ്ഞ സ്ഥലം, രവിവർമ്മ പറഞ്ഞു. റോഡ് മുഴുവനും മോശമാണല്ലോ സാറേ. പോകുന്നിടം വരെ പോട്ടടോ. സാറിവിടെ ആദ്യമാണല്ലേ? അതെ. ഈ സ്ഥലത്തെക്കുറിച്ച് ആരാണ് സാറിനോട് പറഞ്ഞത്? എൻ്റെ ഒരു സുഹൃത്ത്. അയാൾക്ക് ഇവിടെ നല്ല പരിചയമാണ്. സാറിൻ്റെ സീരിയലൊക്കെ ഞാൻ കാണാറുണ്ട്. കണ്ണുനീർക്കിളി എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട സീരിയലാ. അതിലെ ഇന്ദു എന്ന കഥാപാത്രത്തെ ആർക്കും മറക്കാനാവില്ല. രവിവർമ്മ ഒന്ന് പുഞ്ചിരിച്ചു. പുതിയ സീരിയലിൻ്റെ കഥ എഴുതാനാ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. എന്താ സാറിൻ്റെ സീരിയലിൻ്റെ പേര്? പേരൊന്നും തീരുമാനിച്ചിട്ടില്ലടോ. കുടുംബകഥയാണോ? അല്ല, ഇത്തവണ വളരെ വ്യത്യസ്തമായ ഒരു പ്രേതകഥയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാറിങ്ങോട്ട് കഥ എഴുതാൻ വന്നപ്പോഴേ ഞാനത് ഊഹിച്ചു. അതെന്താടോ? ഈ ബംഗ്ലാവും പരിസരവും അതിനു പറ്റിയ സ്ഥലമാ സാറേ. ഇവിടെയൊക്കെ ഒരു പെണ്ണിന്റെ പ്രേതം അലഞ്ഞു നടപ്പുണ്ടെന്നാ ആളുകൾ പറയുന്നത്. എങ്കിൽ എനിക്ക് ആ പ്രേതത്തെ ഒന്ന് കാണണമല്ലോടോ. തമാശ പറയാതെ സാറേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഈ ഭാഗത്ത് താമസിക്കുന്ന ഒരു ഡ്രൈവർ ടാക്സി സ്റ്റാൻഡിലുണ്ട്. അവനാ കഥകളൊക്കെ പറയാറ്. പകൽ സമയത്ത് പോലും ഇവിടേക്ക് ആരും വരാറില്ലത്രേ. താൻ പുളുവടിക്കാതെ വണ്ടി ഓടിക്ക്. അല്പം ദേഷ്യത്തോടെ രവിവർമ്മ പറഞ്ഞു. താൻ പറഞ്ഞത് സാറിന് ഇഷ്ടമായില്ലെന്ന് വിജയന് തോന്നി. സാറേ, ഇവിടെ ഒരു നോട്ടക്കാരനുണ്ട്. അയാളോട് ചോദിച്ചാൽ സീരിയലിന്റെ കഥയ്ക്ക് വേണ്ടുന്ന വിവരങ്ങൾ കിട്ടും. വിജയൻ പറഞ്ഞത് കൊള്ളാവുന്ന ഒരാശയമാണെന്ന് രവിവർമ്മയ്ക്ക് തോന്നി. പ്രൊഡ്യൂസറും സംവിധായകനും ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇതുവരെ കണ്ടുമടുത്ത പ്രേതകഥകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. വെള്ള സാരി ഉടുത്ത പ്രേതത്തെ കണ്ട് പ്രേക്ഷകർ മടുത്തിരിക്കുന്നു. ഗട്ട് റോഡിലൂടെ കാർ ആടി ഉലഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ചുറ്റും കാടാണല്ലോടോ. റിസർവ് വനമാ സാറേ. കാർ ഇരുമ്പുതൂണിന് മുകളിൽ പലകയടിച്ചുറപ്പിച്ച പാലത്തിലേക്ക് കയറി. പുഴ കടന്നാൽ മനുഷ്യവാസമുള്ള സ്ഥലമാണ് സാറേ. കാർ ഗട്ട് റോഡിൽ നിന്നും ചെമ്മൺ പാതയിലേക്ക് ഇറങ്ങി. അതാ സാറേ ബംഗ്ലാവ്. ദൂരെ ചെറിയൊരു കുന്നിന്റെ പള്ളപ്പുറത്ത് പ്രേതാലയം പോലൊരു ബംഗ്ലാവ്. കൊള്ളാം, സീരിയലിന്റെ ഷൂട്ടിങ്ങും ഇവിടെ തന്നെ മതി, രവിവർമ്മ മനസ്സിലുറച്ചു. കാർ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് കയറി. പോർച്ചിനരികിലായി ഡ്രൈവർ കാർ നിർത്തി. ഇവിടെ ആരുമില്ലല്ലോ സാറേ. രവിവർമ്മ ഡോർ തുറന്ന് പുറത്തിറങ്ങി. നിക്കോളാസ് കാത്തു നിൽക്കുമെന്നാണല്ലോ പറഞ്ഞത്, രവിവർമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു. സാറേ, ഞാൻ പോട്ടെ. സമയം 6 മണിയായി. താൻ പൊക്കോ, ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. രവിവർമ്മ മൊബൈൽ എടുത്തു. അയ്യോ, ഇവിടെ റേഞ്ച് ഇല്ല. നിരാശയോടെ അയാൾ പെറുപെറുത്തു. പേഴ്സ് എടുത്ത് ടാക്സി കൂലി കൊടുത്തു. വരട്ടെ സാറേ. ഡ്രൈവർ തിടുക്കപ്പെട്ട് കാറിൽ കയറി. അയാൾ എന്തിനെയോ പേടിക്കുന്നത് പോലെ രവിവർമ്മയ്ക്ക് തോന്നി. 5 മണിക്ക് നിക്കോളാസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. സമയം ഇപ്പോൾ 6 മണിയായി. ടാക്സി പറഞ്ഞു വിട്ടത് മണ്ടത്തരമായോ? രവിവർമ്മ ഒന്ന് സംശയിച്ചു. ഒരു പരിചയമില്ലാത്ത എസ്റ്റേറ്റ് ബംഗ്ലാവിൽ തന്നോട് വരാൻ പറഞ്ഞിട്ട് അയാൾ വരാതിരിക്കുമോ? വിളിച്ചു നോക്കാൻ മൊബൈലിന് റേഞ്ചുമില്ല. രവിവർമ്മ ബംഗ്ലാവിന് ചുറ്റും നടന്നു നോക്കി. ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാൻ കഴിഞ്ഞില്ല. ആൾതാമസമില്ലാത്ത വീടായതുകൊണ്ട് ഒരു വളർത്തുമുഖത്തെ പോലും കാണാനും കഴിഞ്ഞില്ല. സമയം ഇഴഞ്ഞുപോയി. രാത്രിയുടെ നിഴൽ ഒരു കള്ളനെ പോലെ പതുങ്ങിയെത്തി. വിധിയെ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രവിവർമ്മ. ഇരുളിൽ ആ ബംഗ്ലാവ് ഒരു പ്രേതാലയമാണെന്ന് അയാൾക്ക് തോന്നി. ഡ്രൈവർ പറഞ്ഞ കഥകളൊക്കെ സത്യമായിരിക്കുമോ? പ്രേതങ്ങളെക്കുറിച്ച് താൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് സീരിയലിലേക്ക് വരുന്നതിനു മുമ്പ്. പക്ഷേ ഒക്കെയും വെറും ഭാവന മാത്രം. അതുവരെ കനത്ത നിശബ്ദതയിലായിരുന്ന ബംഗ്ലാവിനുള്ളിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദമുയർന്നു. ഇരുന്ന ഇരുപ്പിൽ രവിവർമ്മ ഒന്ന് ഞെട്ടി. ഏതോ പാത്രം നിലത്ത് വീണതുപോലെയുള്ള ശബ്ദമായിരുന്നു അത്.
നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തോ കിലുങ്ങുന്നതായി തോന്നി. പാദസരങ്ങളുടെ ശബ്ദമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചപ്പോൾ പാദസരങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതായാണ് തോന്നിയത്. വീട്ടിനുള്ളിൽ ആരോ ഉണ്ട്. രവിവർമ്മയുടെ രോമങ്ങൾ പിടഞ്ഞുണരുന്നു. അയാൾ ചാടി എണീറ്റു. ആ ശബ്ദം സിറ്റൗട്ടിലേക്കുള്ള വാതിലിന്റെ പിന്നിൽ നിലച്ചു. ഒരു മൺതരി വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദത. പെട്ടെന്ന് വാതിൽ മലർക്കെ തുറന്നു. ഓർക്കാപ്പുറത്ത് രവിവർമ്മ നടുങ്ങിപ്പോയി. വാതിൽക്കൽ സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നു. 18 or 20 വയസ്സുള്ള പെൺകുട്ടി. അവളുടെ മുഖത്തെ ശാലീനത ഒരു കൊച്ചു പെൺകുട്ടിയുടേതാണ്. ഉടൽ മാതകത്വമുള്ള ഒരു യുവതിയുടെയും. നല്ല വെളുത്ത നിറം, തുടുത്ത കവിളുകൾ, തിളങ്ങുന്ന കരിങ്കൂവള കണ്ണുകൾ, നീല നിറത്തിലുള്ള സാരിയും ബ്ലൗസും. കറുത്ത നീണ്ട മുടി അഴിഞ്ഞ് പാറി പറന്നു കിടക്കുന്നു. സാറ് സീരിയലുകൾ എഴുതുന്ന രവിവർമ്മയല്ലേ? അയാളെ ഉറ്റുനോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതെ. എങ്ങനെ മനസ്സിലായി? സാറ് വരുമെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. നിക്കോളസിന്റെ ആരാണ് കുട്ടി? സഹോദരിയാണ്. പേര് റോസി. അവൾ ചിരിച്ചു. നിക്കോളാസിന് ഇത്രയും സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. സാറ് ഓർക്കാത്തത് കൊണ്ടായിരിക്കും. റോസി എങ്ങനെ ഇവിടെ വന്നു? ബംഗ്ലാവിൽ ആരും താമസമില്ലെന്നാണല്ലോ നിക്കോളസ് പറഞ്ഞത്. ഇവിടെ അടുത്ത് എൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ട്. 1 മാസമായി ഞാൻ അവിടെയാ താമസം. 1 മണിക്കൂർ മുൻപ് ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു. സാറ് ഇവിടേക്ക് പോന്നിട്ടുണ്ടാവുമെന്ന് ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എവിടെ? രവിവർമ്മ ഇടയ്ക്ക് കയറി ചോദിച്ചു. ചേട്ടന് എന്തോ ചില അസൗകര്യങ്ങൾ. ചിലപ്പോൾ പുലർച്ചയ്ക്ക് എത്തൂ. അതുകൊണ്ട് എന്നോട് ബംഗ്ലാവ് തുറന്നു കൊടുക്കണമെന്നും സാറിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനൊന്ന് കുളിക്കാൻ കയറി. അതാ സാറ് വന്നത് അറിയാതിരുന്നത്. സോറി. സാറ് കയറി വരൂ. രവിവർമ്മ അകത്തേക്ക് കയറി. സ്വീകരണ മുറിയിലെ സെറ്റിയിലിരുന്നു. കുറെ നാളായി ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ടാവണം എല്ലാ ഉപകരണങ്ങളിലും അഴുക്കും പൊടിയും നിറഞ്ഞിരുന്നു. റോസിയുടെ സംഭാഷണവും ചിരിയും രവിവർമ്മയെ വല്ലാതെ ആകർഷിച്ചു. ഇത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മുമ്പ് എങ്ങും കണ്ടിട്ടില്ല. നിക്കോളാസിന്റെ സഹോദരിയെ മറ്റൊരു തരത്തിലും വീക്ഷിക്കാനും പാടില്ല. താല്പര്യമുണ്ടെങ്കിൽ പുതിയ സീരിയലിൽ ഇവളെ നായികയാക്കണം, രവിവർമ്മ മനസ്സിൽ കുറിച്ചു. സാറിനായി ഒരു മുറി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് എഴുതാനും വായിക്കാനും സൗകര്യമുണ്ട്. റോസി രവിവർമ്മയുടെ പെട്ടിയെടുത്ത് തൊട്ടടുത്ത മുറിയിൽ കൊണ്ടുപോയി വെച്ചു. സാറിന് എന്താ കുടിക്കാൻ വേണ്ടത്? ചായ എടുക്കട്ടെ? ഒരു കുടുംബിനിയുടെ ഗൗരവത്തോടെ അവൾ ചോദിച്ചു. ആവാം. റോസി അടുക്കളയിലേക്ക് പോയി. രവിവർമ്മ തനിക്കായി ഒരുക്കിയ മുറിയിലേക്ക് കയറി. വിശാലമായൊരു മുറിയായിരുന്നത്. മെത്ത, കട്ടിൽ, മേശ, 1-2 കസേരകൾ തുടങ്ങിയവ ആ മുറിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് കറണ്ട് പോയി. അയാൾ തപ്പിത്തടഞ്ഞ് പുറത്തേക്കിറങ്ങി. ഒരു കൈയിൽ മെഴുകുതിരിയും മറ്റേ കൈയിൽ ചായക്കപ്പുമായി റോസി വന്നു. ചായ കുടിക്കൂ. അവൾ ചായ നീട്ടി. ആവി പറക്കുന്ന ചായ രവിവർമ്മ വാങ്ങി. റോസി അകത്തേക്ക് പോയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ചായ തിളപ്പിച്ചു കഴിഞ്ഞോ? ചായ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നോ? അവൾ ചിരിച്ചു. സാറിന് അത്താഴത്തിന് എന്താ വേണ്ടത്? ഊണ് മതിയോ അതോ ചപ്പാത്തി? റോസിക്ക് ഇഷ്ടമുള്ളത്. ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഒരിക്കലുമില്ല. സാറിനെ സൽക്കരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മെഴുകുതിരിയുടെ പ്രകാശം മുറിക്കുള്ളിൽ നിറഞ്ഞു നിന്നു. രവിവർമ്മ ജനാല തുറന്നിട്ടു. പുറത്ത് കനത്ത ഇരുട്ടായിരുന്നു. കുറച്ചു നേരം മുറ്റത്തിറങ്ങി നിൽക്കാമെന്ന് കരുതി രവിവർമ്മ സിറ്റൗട്ടിലേക്കുള്ള വാതിൽക്കലെത്തി. വലിച്ചിട്ടും വാതിൽ തുറന്നില്ല. അകത്തുനിന്ന് ബന്ധിച്ചിരുന്നില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് വാതിൽ പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായത്. വാതിൽ പൂട്ടിയിട്ട് റോസി എവിടെ പോയി? അകത്തെ മുറികളിൽ അവൾ ഉണ്ടാകുമെന്ന ധാരണയിൽ രവിവർമ്മ 1-2 മുറികളിൽ കയറി നോക്കി. അവയ്ക്കുള്ളിൽ റോസി ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ അന്ധകാരം മാത്രം. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി കാണും. മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ നീല വെളിച്ചത്തിൽ അടുക്കളയിലെത്തി. അയാൾക്ക് അത്ഭുതം തോന്നി. ആ അടുക്കളയിൽ തീ കത്തിച്ചിട്ട് അനവധി നാളുകളായിരിക്കുന്നു. അടുപ്പത്തൊന്നും പാത്രങ്ങളുമില്ല, തീയുമില്ല. റോസി ചായ തിളപ്പിച്ചു കൊണ്ടുവന്നത് അടുക്കളയിൽ നിന്നല്ലേ? രവിവർമ്മയുടെ ഉള്ളിൽ സംശയത്തിന്റെ നാമ്പുകൾ പൊട്ടി. മറ്റൊരു മുറിയിലേക്ക് ചെന്നു. അവിടെ മെഴുകുതിരിയുടെ പ്രകാശത്തിൽ റോസി എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നത് രവിവർമ്മ കണ്ടു. അവളെ ശല്യപ്പെടുത്താതെ രവിവർമ്മ തന്റെ മുറിയിലേക്ക് പോയി.
അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റോസി വന്ന് ഊണ് തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ രവിവർമ്മ ഞെട്ടിപ്പോയി. ഡൈനിങ് ഹാളിൽ ചോറ് വിളമ്പി വെച്ചിരുന്നു. മീൻ പൊരിച്ചതും ഇറച്ചിക്കറിയും ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ തയ്യാറാക്കിയിരുന്നു. പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന റോസി എപ്പോഴാണ് അടുക്കളയിൽ കയറിയത്? ഇതൊക്കെ റോസി തയ്യാറാക്കിയതാണോ? കഴിക്കുന്നതിനിടയിൽ രവിവർമ്മ തിരക്കി. അതെ, എന്താ സാറേ ചോദിച്ചത്? നേരത്തെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അവിടെ ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അവളൊന്ന് പതറി. പെട്ടെന്ന് അത് മറയ്ക്കുകയും ചെയ്തു. ആര് പറഞ്ഞു? ഇപ്പോൾ സാറൊന്ന് ചെന്ന് നോക്കൂ, അവൾ കൂസലില്ലാതെ പറഞ്ഞു. കൈ കഴിയ ശേഷം രവിവർമ്മ അടുക്കളയിൽ ചെന്ന് നോക്കി. അത്ഭുതപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അടുക്കള ഇപ്പോൾ സജീവമാണ്. അടുപ്പിൽ തീയുണ്ട്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അവയിൽ വിഭവങ്ങളുമുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടത് മിഥ്യയായിരുന്നു. രവിവർമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾ മുറിയിലേക്ക് മടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റോസി മുറിയിലേക്ക് വന്നു. സാറിന് ഉറങ്ങാൻ സമയമായോ? ഇല്ല. പുതിയ സീരിയൽ ഒരു പ്രേതകഥയാണല്ലേ സാറേ? എങ്ങനെ അറിഞ്ഞു? ചേട്ടൻ പറഞ്ഞു. ഞാനൊരു കഥ പറയട്ടെ? റോസി കഥ എഴുതുമോ? സ്കൂൾ മാഗസിനുകളിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ ചില കുട്ടികളുടെ മാസികകളിലും. റോസി പറയാൻ പോകുന്നത് എന്ത് കഥയാണ്? സാറിന് വേണ്ടത് പ്രേതകഥയല്ലേ? ഒരു പ്രേതകഥ തന്നെ പറയാം. ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയായിരിക്കും. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പോയ ടാക്സി ഡ്രൈവറും ചില കഥകളൊക്കെ പറഞ്ഞു. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതല്ലേ സാറേ? ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് കണ്ട ഉടൻ തീരുമാനിക്കും അവിടെ പ്രേതശല്യമാണെന്ന്. ഒരു തമാശ പറഞ്ഞതുപോലെ റോസി പൊട്ടിച്ചിരിച്ചു. സാറ് പ്രേതത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കിതുവരെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ സാറിൻ്റെ നോവലുകൾ? അത് തികച്ചും സാങ്കല്പികം മാത്രം. അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സാറ് വിശ്വസിച്ചേനെ. തീർച്ചയായും. ഇപ്പോൾ ഒരു പ്രേതസുന്ദരി സാറിൻ്റെ മുന്നിലേക്ക് വന്നാൽ എന്തു ചെയ്യും? ഞാൻ അവളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞ് എൻ്റെ പുതിയ സീരിയലിന് വേണ്ട കഥയുണ്ടാക്കും. കൊള്ളാം, സാറിൻ്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾ വീണ്ടും ചിരിച്ചു. രവിവർമ്മ ഒരു സിഗരറ്റ് കത്തിച്ചു. വല്ലാത്ത തണുപ്പ്. സാറിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടക്കാം. വേണ്ട, റോസി കഥ പറയൂ. പുതിയ സീരിയലിന് പറ്റിയ കഥകളൊന്നും ആയിട്ടില്ല. രവിവർമ്മ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പറയുന്ന കഥ ചിലപ്പോൾ സാറിന് സീരിയലാക്കാൻ കഴിഞ്ഞേക്കും. റോസി രവിവർമ്മയ്ക്ക് അഭിമുഖമായിട്ടുള്ള കസേരയിലിരുന്നു. പിന്നെ കഥ പറയാൻ തുടങ്ങി. ഹരിപ്രസാദ് കാലിൽ കയറി. പോട്ടെ എന്തു? കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് വന്ന ഭാര്യയോട് പറഞ്ഞു. അവൾ ചിരിയോടെ തലയിളക്കി. കുഞ്ഞുറങ്ങിയോ? അവന് വേറെന്താ പണി ഹരിയേട്ടാ? പാലുകൂടിയും കഴിഞ്ഞ് ഉറക്കാവും. എവിടെ അവൻ്റെ ചേട്ടന്മാർ? ഗോപാലേട്ടനുമായി സ്കൂളിൽ പോകാനുള്ള ഗുസ്തിയിലാ രണ്ടും. സത്യം പറഞ്ഞ ഗോപാലേട്ടനെ നമുക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹം തന്നെയാ, അല്ലേ എന്തോ? എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തോളൂ. അത് പിന്നെ പറയാനുണ്ടോ? അച്ഛൻ്റെ സ്ഥാനമല്ലേ നമ്മൾ ഗോപാലേട്ടന് കൊടുത്തിരിക്കുന്നത്. നിന്റെ അച്ഛനോടാ അതിന് നന്ദി പറയേണ്ടത്. അദ്ദേഹമല്ലേ ഗോപാലേട്ടനെ നമ്മുടെ വീട്ടിലേക്ക് അയച്ചത്. കുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ ബാഗും കിറ്റുമായി ഓടി വന്നു. ഡാഡി ടാറ്റ, മമ്മി ടാറ്റ. രണ്ടുപേരും മാറി മാറി കൈവീശി. 4ലും 1ലുമാണ് അവർ പഠിക്കുന്നത്. കുഞ്ഞുവാവയ്ക്കൊരു ചക്കര ഉമ്മ. രണ്ടാമൻ വിനു ഇന്ദുവിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ കവിളിൽ ചുംബിച്ചു. മോനെ പതുക്കെ, വാവയ്ക്ക് നോവും. എൻ്റെ കുഞ്ഞനേനല്ലേ മമ്മി, ഞാൻ നോവിക്കുമോ? അപ്പോൾ ഗോപാലൻ പുറത്തു പോകാനുള്ള വേഷത്തിൽ ഇറങ്ങി വന്നു. എന്തു കുഞ്ഞെ, സാറ് പോയോ? ഇല്ല, കാറിലിരിപ്പുണ്ട്. എന്താ കാര്യം? കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് മാർക്കറ്റിൽ പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നു. അതിനെന്താ? ഗോപാലേട്ടന് കാശ് കൊടുക്ക്, മാർക്കറ്റിൽ പോകേണ്ടേ? ഞാനത് മറന്നു. ഇതാ രൂപ. ഹരിപ്രസാദ് 1000 രൂപയെടുത്ത് ഗോപാലിന് കൊടുത്തു. സമയമായില്ലേ ഗോപാലേട്ടാ? ഹരി വാച്ചിൽ നോക്കി. ഉവ്വ് സാറേ. എന്നാ നിങ്ങൾ പൊക്കോ. ശരി സാറേ. വിശാലും വിനുവും കാറിൽ കയറി ഇരുന്നു കഴിഞ്ഞിരുന്നു. ഗോപാലേട്ടനും കയറി. കാർ സ്റ്റാർട്ട് ചെയ്തു. കുട്ടികൾ കൈവീശി. ഗേറ്റ് കടന്ന് മാരുതി സ്വിഫ്റ്റ് റോഡിലേക്ക് ഇറങ്ങി. ഹരിയേട്ടനും കൂടി പോയി കഴിഞ്ഞാൽ ആകെ ബോറടിക്കും. നിനക്ക് കൂട്ടിന് കല്യാണില്ലേ? അവരോട് ഞാൻ എന്ത് പറയാനാ? പിടിപ്പത് ജോലിയുണ്ട് അതിന്. അതാ ഞാൻ നിന്നോട് പറഞ്ഞത് ജോലിക്ക് പോവാൻ. പ്രസവം കഴിഞ്ഞിട്ട് 3 മാസം കഴിയാറായില്ലേ? അപ്പോൾ കുഞ്ഞിനാര് നോക്കും? നല്ലൊരായെ കണ്ടുപിടിക്കണം.
അതൊന്നും ശരിയാകില്ല ഹരിയേട്ടാ. രണ്ട് കുട്ടികളെ നോക്കിയത് ഗോപാലേട്ടനും കല്യാണം കൂടിയല്ലേ, ഇവനെയും അവർ നോക്കട്ടെ. അതൊന്നും വേണ്ട, അവർ രണ്ടുപേർക്കും വയസ്സായി. ഇന്നലെയും നിന്റെ പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു ലീവ് ക്യാൻസൽ ചെയ്ത് കോളേജിൽ ചെല്ലാൻ. കണക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. പ്രൊഫസർ ഇന്ദുലേഖ ഹരിപ്രസാദിന്റെ വില കുട്ടികളും പ്രിൻസിപ്പലും മനസ്സിലാക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ല. നീ ജോലിക്ക് പോയി കുടുംബം പുലർത്തേണ്ട കാര്യവുമില്ല. പിന്നെ ബോറടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. പെട്ടെന്ന് കാറിന്റെ ഡാഷ്ബോർഡിലിരുന്ന മൊബൈൽ ശബ്ദിച്ചു. ഹരിപ്രസാദ് ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പറാണ്. കോൾ ബട്ടൺ അമർത്തി. ഹലോ ഹലോ, ഹരിപ്രസാദ് സാർ അല്ലേ? അപ്പുറത്തു നിന്നും ഒരു അപരിചിത ശബ്ദം കേട്ടു. അതെ, മനസ്സിലായില്ല. സാറേ, ഞാൻ സത്യപാലൻ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. ഓ, ഇപ്പൊ മനസ്സിലായി. സുധാകരൻ പറഞ്ഞയാളല്ലേ? അതെ സാറേ, സുധാകരൻ സാർ എല്ലാം പറഞ്ഞിരുന്നു. സാറിന് ഇഷ്ടപ്പെടും. 10 ഏക്കർ തോട്ടവും ഒരു മാളിക വീടും. താനിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു കോയിൻ ബോക്സിൽ നിന്നാ. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്. ആ, തനിക്ക് എന്നെ അറിയാമോ? നേരി കണ്ട ഓർമ്മിക്കുമെന്നറിയില്ല, കുറെ നാള് മുമ്പ് കണ്ടതല്ലേ. എന്റെ കാറ് നീല ഷവർലെ ക്യാപ്റ്റർ. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താം. ശരി സാറേ. ആരാ ഹരിയേട്ടാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു എസ്റ്റേറ്റിന്റെ കാര്യം? കോൾ കട്ടാക്കിക്കൊണ്ട് ഹരിപ്രസാദ് പറഞ്ഞു. 10 ഏക്കർ തോട്ടവും ഒരു വീടിന്റെയും കാര്യമല്ലേ? അതെ, സുധാകരന്റെ കെയർ ഓഫിലാണ് ആ കേസ് വന്നത്. അതിന്റെ ബ്രോക്കറാണ് വിളിക്കുന്നത്, ഒരു സത്യപാലൻ. അയാൾ എവിടെയുണ്ട്? ബസ് സ്റ്റാൻഡിൽ നിൽപ്പുണ്ട്. അപ്പോ ഇന്ന് എസ്റ്റേറ്റ് നോക്കാൻ പോകുന്നുണ്ടോ? നോക്കാം. നമുക്ക് യോജിച്ചതാണെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. പോയി കണ്ടിട്ട് എന്നെ വിളിക്കണേ. ഞാൻ ഇറങ്ങുന്നു. ഹരിപ്രസാദ് കാർ സ്റ്റാർട്ട് ചെയ്തു. ഹരിയേട്ടാ, കുഞ്ഞിന്റെ ലാക്ടോജൻ തീർന്നു. നിനക്ക് ഗോപാലേട്ടനോട് പറയാൻ മേലായിരുന്നോ? സോറി, ഞാൻ മറന്നുപോയിട്ടാ. 3 പ്രസവിച്ചപ്പോഴേക്കും നിനക്ക് ഇത്തിരി മറവി കൂടുന്നുണ്ട്. ചിരിയോടെ ഹരി കാർ മുന്നോട്ടെടുത്തു. ഇന്ദു കൈവീശി. കാർ ഓടിക്കുമ്പോൾ ഹരി ചിന്തിച്ചത് എസ്റ്റേറ്റിനെ കുറിച്ചാണ്. കണ്ണാടിപ്പാറ എന്നാണ് സ്ഥലത്തിന്റെ പേര്. മലയും പുഴയുമുള്ള നാട്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സ്ഥലമാണെന്നാണ് സുധാകരൻ പറഞ്ഞത്. അവന്റെ ഒരു ബന്ധു ഈ എസ്റ്റേറ്റിനടുത്താണ് താമസം. ഗൾഫുകാരനായ ഒരു ഹാജിയാരുടെ ആണത്രേ വീടും സ്ഥലവും. അയാളത് വിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. കുടുംബസ്വത്ത് ദാനം വെച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ട് വീടും സ്ഥലവും വാങ്ങിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഇന്ദുവാണ്. 3 ആൺമക്കൾ വളർന്നു വരുന്നുണ്ടെന്നാണ് അതിനവൾ കാരണം പറഞ്ഞത്. ആലോചിച്ചപ്പോ ശരിയാണെന്ന് തോന്നി. തന്റെ അച്ഛന്റെ സ്വത്ത് വിറ്റു കിട്ടിയ പണം കൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി കുറച്ച് സ്ഥലം വാങ്ങിയിടണം. അവർ വളർന്നു കഴിയുമ്പോൾ ഇഷ്ടം പോലെ ചെയ്യട്ടെ. തന്റെ മനസ്സിലിരിപ്പ് അറിഞ്ഞ് സുധാകരൻ ഈ എസ്റ്റേറ്റിന്റെ കാര്യം പറയുകയായിരുന്നു. ഗ്രാമത്തിലാകുമ്പോ സ്ഥലത്തിന് പട്ടണത്തിലെ വിലയും കൊടുക്കണ്ടല്ലോ. വെക്കേഷൻ സമയങ്ങളിൽ എല്ലാവർക്കും അവിടെ പോയി താമസിക്കുകയും ചെയ്യാം. ബസ് സ്റ്റാൻഡിൽ എത്തിയത് ഹരി അറിഞ്ഞില്ല. പെട്ടെന്ന് ഒരാൾ കാറിന് കൈ കാണിച്ചു. ഹരി കാർ നിർത്തി. എന്താ? ഹരിപ്രസാദ് സാറല്ലേ? അതെ, ഞാൻ സത്യപാലൻ. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ഓ സോറി, ഞാൻ വേറെ ചിന്തയിലായിപ്പോയി. സാറ് എസ്റ്റേറ്റും വീടും ഇന്ന് തന്നെ കാണാൻ പോകുന്നുണ്ടോ? സത്യപാലന് അസൗകര്യം വല്ലതും? ഏയ്, എന്റെ ജോലി അതല്ല സാറേ. എങ്കിൽ നമുക്ക് പോകാം. കാറിൽ കയറിക്കോ. ഹരിപ്രസാദ് മുന്നിലെ ഡോർ തുറന്നു കൊടുത്തു. സത്യപാലൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി. ഇവിടെ നിന്നും എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? ഹരി കാർ മുന്നോട്ടെടുത്തു. സാറേ, ചെമ്പകത്തറയിൽ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട്. അപ്പോ ചെമ്പകത്തറയ്ക്കോ? അതെനിക്കറിയില്ല. 10-15 കിലോമീറ്റർ കാണുമായിരിക്കും. എസ്റ്റേറ്റും വീടും ഒരു ഹാജിയാരുടെ ആണെന്നല്ലേ പറഞ്ഞത്? അതെ സാറേ. അയാൾ എന്തിനാ അത് വിൽക്കുന്നത്? ഹാജിയാരുടെ 2ാമത്തെ മകനായിരുന്നു അത് നോക്കി നടത്തിയിരുന്നത്. അയാൾ ഈ അടുത്ത നാളിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതോടെ ഹാജിയാർ തളർന്നുപോയി. ഗൾഫിലുള്ള മൂത്ത മകനോടൊപ്പമാണ് ഹാജിയാർ. അയാളും മകനും ഇനി ഇങ്ങോട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ സ്ഥലവും വീടും വിറ്റാൽ പിന്നെ അവർക്കതിന്റെ ആവശ്യവുമില്ല. അപ്പോ അവിടെ ആരും താമസമില്ലേ? ഇല്ല, ഒരു നോട്ടക്കാരനുണ്ട്. അരമണിക്കൂർ കൊണ്ട് കാർ ചെമ്പകത്തറയിലെത്തി. ഒരു ചെറിയ പട്ടണമായിരുന്നു ചെമ്പകത്തറ. ഇങ്ങോട്ട് 23 കിലോമീറ്റർ ഉണ്ട് സത്യപാല. ഹരി പറഞ്ഞു. ചായ കുടിക്കണോ? വേണ്ട സാറേ, നമുക്ക് കണ്ണാടിപ്പാറ ചെന്നിട്ട് കഴിക്കാം.
സത്യപാലന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത സാറേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയും 4 മക്കളും. സുധാകരൻ എങ്ങനെയാ പരിചയം? സാറിന്റെ ഒരു ബന്ധുമുഖേനയാണ് ഞാൻ പരിചയപ്പെട്ടത്. ഒരു സംശയം കൂടി ചോദിക്കട്ടെ സത്യപാല? എന്താ സാറേ? ഹാജിയാർ ആ സ്ഥലം വാങ്ങിയത് ആരോടാണെന്ന് അറിയാമോ? എനിക്കറിയില്ല സാറേ. നോട്ടക്കാരന് അറിയാമായിരിക്കും. കാറ് മലഞ്ചെരുവിലെ വളഞ്ഞു പൊളഞ്ഞ റോഡിലേക്ക് കയറി. ഇനി അങ്ങോട്ട് കയറ്റവും ഹെയർപിൻ വളവുകളുമൊക്കെ സാറേ. പുറത്തേക്ക് നോക്കിക്കൊണ്ട് സത്യപാലൻ പറഞ്ഞു. ഞാൻ ഈ വഴിക്ക് ആദ്യമാ. ഗിയർ ഡൗൺ ചെയ്യുന്നതിനിടയിൽ ഹരി പറഞ്ഞു. കാറ് ചെങ്കുത്തായ ഒരു കയറ്റം കയറി. എതിരെ വന്ന സൂപ്പർഫാസ്റ്റിന് ഹരി സൈഡ് കൊടുത്തു. ഈ വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടുന്നുണ്ടോ? കണ്ണാടിപ്പാറയ്ക്ക് കൂടുതലും ഈ ബസ്സാ സാറേ. പ്രൈവറ്റ് വളരെ കുറവാ. 1 മണിക്കൂറിന് ശേഷം കാർ ചെറിയൊരു ടൗണിലെത്തി. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, ഗ്രാമപ്രദേശത്തുള്ള അങ്ങാടി എന്ന് വേണമെങ്കിൽ പറയാം. സത്യപാലൻ എസ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല സാറേ. പോയിട്ടില്ലേ? പിന്നെ എങ്ങനെ? എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ജോർജ് കുട്ടി. അവൻ അവിടെ പോയിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കണ്ടേ? ഒരു ചായക്കുടയുടെ അടുത്ത് റോഡരികിലായി ഹരി കാർ നിർത്തി. അവർ പുറത്തിറങ്ങി. 2 ചായ. മുറ്റത്തിട്ടിരുന്ന ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ഹരി പറഞ്ഞു. കഴിക്കാൻ വേണമെങ്കിൽ വാങ്ങിച്ച സത്യപാല. സാറിന് വേണ്ടേ? എനിക്ക് ചായ മാത്രം മതി. നീണ്ടു മെലിഞ്ഞ ഒരു മധ്യവയസ്കൻ ചായ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. കഴിക്കാൻ എന്താ വേണ്ടത്? എന്താ ഉള്ളത്? സത്യപാലൻ തിരക്കി. പഴംപൊരി, കായപ്പം, ബോണ്ട. മധ്യവയസ്കൻ അവരെ മാറി മാറി നോക്കി. പഴംപൊരി മതി, സത്യപാലൻ പറഞ്ഞു. അവിടെയോ? എനിക്കൊന്നും വേണ്ട. ഹരി ചായ എടുത്ത് മൊത്തി കുടിച്ചു. നല്ല ചായ, ഏലത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. ഈ മലഞ്ചെരുവുകളിൽ ഏലം കൃഷി ചെയ്യുന്നുണ്ട് സാറേ. നിങ്ങൾ പട്ടണത്തിൽ നിന്നാണോ? പഴംപൊരിയുമായി വന്ന ചായക്കടക്കാരൻ തിരക്കി. അതെ, ഞങ്ങളിവിടെ ഒരു തോട്ടം നോക്കാൻ വന്നതാ, സത്യപാലൻ പറഞ്ഞു. ഹാജിയുടെ തോട്ടമാണോ? അതെ. ഏത് വഴിക്കാ അങ്ങോട്ട് പോകേണ്ടത്? മെയിൻ റോഡിലൂടെ ഒരു 100 വാര ചെല്ലുമ്പോൾ വലതുഭാഗത്തേക്ക് ഒരു മെറ്റൽ റോഡ് കാണാം. അത് ചെന്ന് നിൽക്കുന്നത് തോട്ടത്തിനടുത്തുള്ള പുഴക്കരയിലാണ്. പാലം കിടന്ന തോട്ടമായി. സാറിന് എന്താ ജോലി? ഞാൻ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാ. ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ഹരി എണീറ്റു. എത്രയായി? 20. ഹരി പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊടുത്തു. ഞങ്ങൾ വരട്ടെ? സത്യപാലൻ ചായക്കടക്കാരനോട് യാത്ര ചോദിച്ചു. എടോ, ഗട്ട് റോഡാണെങ്കിൽ അങ്ങോട്ട് പോകുമോ? കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുത്തുകൊണ്ട് ഹരി ചോദിച്ചു. ഹാജിയാരുടെ മകന്റെ കാറൊക്കെ പോകുന്ന റോഡല്ലേ സാറേ? നോക്കാം. മെയിൻ റോഡിൽ നിന്നും അല്പം നീങ്ങിയതും വലതുഭാഗത്തേക്ക് കണ്ട മെറ്റൽ റോഡിലേക്ക് ഹരി കാർ തിരിച്ചു. ഹിമശൈലം എസ്റ്റേറ്റ്. പൊട്ടിപ്പൊളിഞ്ഞ മരപ്പലകയിൽ എഴുതി വെച്ച ബോർഡ് ഹരിപ്രസാദ് വായിച്ചു. ഹിമശൈലം എന്നാണോ അതിന്റെ പേര്? അങ്ങനെ എന്തോ ആണെന്നാ കേട്ടത്. താൻ പിന്നെ എന്ത് ബ്രോക്കറാടോ? അത് സാറേ, ഞാൻ... സത്യപാലൻ വാക്കുകൾ കിട്ടാതെ 2 നിമിഷം നിശബ്ദനായി. കാർ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ച അത്ര മോശമല്ല റോഡ്. വഴിക്കെങ്ങും ഒരു വീട് പോലും കാണുന്നില്ലല്ലോടോ. പുഴയ്ക്ക് ഇക്കരെ വരെ ഈ സ്ഥലം സർക്കാർ ഭൂമിയാ സാറേ. ഇവിടെ ആരും താമസമില്ല. റിസർവ് വനമായിരിക്കും അല്ലേ? സത്യപാലൻ തലയിളക്കി. ഒരു വളവ് തിരിഞ്ഞതും കാറിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ട് ഹരി കാർ നിർത്തി. ഹലോ, ഹരിപ്രസാദ് തല പുറത്തേക്കിട്ട് വിളിച്ചു. കാറിന് മുന്നിലേക്ക് കടന്നുപോയ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നോക്കി. താങ്കളെ തന്നെയാണ്. എന്താ കാര്യം? അയാൾ കാറിനടുത്തേക്ക് വന്നു. ഹിമശൈലം എസ്റ്റേറ്റ് ബംഗ്ലാവ്, ലാസ്റ്റ് ഹൗസ് ഓൺ ദി ലെഫ്റ്റ്. അത് പറഞ്ഞു കഴിഞ്ഞതും യുവാവ് ധൃതിയിൽ മുന്നോട്ട് നടന്നു. സാറേ, അവൻ ഭ്രാന്തനാണെന്നാ തോന്നുന്നത്. ഭ്രാന്തനൊന്നല്ല, വിവരമുള്ള ചെറുപ്പക്കാരനാണ്. എന്തോ എനിക്ക് അവന്റെ മട്ടുഭാവം കണ്ടിട്ട് ഒരു വശപ്പിശക് പോലെ. തന്റെ തോന്നലാ, പോകാം. ഹരി കാർ സ്റ്റാർട്ട് ചെയ്തു. ഇടതുവശത്തെ അവസാനത്തെ വീട്. അതിന് ഇവിടെ അങ്ങ് വേറെ വീടുകളില്ലല്ലോ. ഹരി മന്ത്രിച്ചു. സാർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. കാർ ചെറിയൊരു നദീതീരത്തെത്തി. അതിന് മുകളിൽ ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഇരുമ്പ് പാലം അവർ കണ്ടു. കാറ് കടന്ന എല്ലാം കൂടി താഴെ പോകുമ്പോ സത്യപാല? ഇല്ല സാറേ, നിത്യേന ജീപ്പുകൾ കടന്നു പോകുന്ന പാലമല്ലേ. ഹരി ചുറ്റും നോക്കി. ഫോറസ്റ്റ് അവസാനിച്ചിരിക്കുന്നു. പുഴയ്ക്ക് അക്കരെ റബ്ബർ തോട്ടമാണ്. അതായിരിക്കും ഹിമശൈലം എസ്റ്റേറ്റ്.
ഹരി കാർ പാലത്തിലേക്ക് കയറ്റി. ഇരുമ്പ് താഴിന് മുകളിൽ ആണിയടിച്ച് ഉറപ്പിച്ചിരുന്ന പലകകളിൽ ടയർ സ്പർശിച്ചപ്പോൾ ഒരു വല്ലാത്ത ശബ്ദമുണ്ടായി. കാർ പാലം കടന്നു. മെറ്റൽ റോഡ് മുന്നോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. ഇടതുഭാഗത്ത് വീണ്ടും ഒരു ബോർഡ്. അത് പുതിയതാണ്. ഹിമശൈലം എസ്റ്റേറ്റ്. കാർ ഒരു 100 വാര കൂടി നീങ്ങിയതും ഇടതുഭാഗത്ത് വലിയൊരു 2 നില മാളിക അവർ കണ്ടു. അതാ സാറേ ബംഗ്ലാവ്, സത്യപാലൻ പറഞ്ഞു. മെറ്റൽ റോഡിൽ നിന്നും ബംഗ്ലാവിലേക്കുള്ള ചെമ്മൺ പാതയിലൂടെ ഹരി കാർ വിട്ടു. ബംഗ്ലാവിന്റെ ചരൽ നിറച്ച മുറ്റത്ത് കാർ നിർത്തി ഹരി ചുറ്റും നോക്കി. മനസ്സിൽ ഉദ്ദേശിച്ചതിലും വലിയൊരു ബംഗ്ലാവ്. ഇത്രയും വലിയ ഒരെണ്ണം തനിക്ക് വേണോ? 3 മക്കൾക്കും താമസിക്കാൻ ഇത് തന്നെ വേണം. ഹരി മനസ്സിനെ പെട്ടെന്ന് തന്നെ തിരുത്തി. പെട്ടെന്ന് ഒരു വൃദ്ധൻ ഓടി വന്നു. കൈലിമുണ്ടും ബനിയനുമായിരുന്നു വേഷം. ഏതാണ്ട് 60-65 വയസ്സ് പ്രായം. കഷണ്ടി ആക്രമിക്കാൻ തുടങ്ങിയ തല. എസ്റ്റേറ്റ് നോക്കാൻ വന്ന സാറല്ലേ? അതെ, നിങ്ങൾ? ഞാൻ ഗബ്രിയേൽ, നോട്ടക്കാരനാ. ഐ സി. ജോർജ് കുട്ടി ഇപ്പൊ വിളിച്ച് നിങ്ങൾ എത്തിയോന്ന് ചോദിച്ചതേ ഉള്ളൂ, അയാൾ പറഞ്ഞു. ഹരിയും സത്യപാലനും കാറിൽ നിന്നിറങ്ങി. വരൂ സർ, അകത്തേക്കിരിക്കാം, ഗബ്രിയേൽ അവരെ ക്ഷണിച്ചു. ഇരുവരും അയാൾക്കൊപ്പം ബംഗ്ലാവിനുള്ളിലേക്ക് കയറി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഹരിപ്രസാദിന് ബംഗ്ലാവ് ഇഷ്ടപ്പെട്ടു. അകത്ത് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ. ആള് താമസമില്ലെന്ന് പറയുകയില്ല, ഹരി പറഞ്ഞു. നേരാ. ആരാ ഇതൊക്കെ വൃത്തിയായി കഴുകി തുടച്ചിടുന്നത്? ഞാനും എൻ്റെ മോളും കൂടിയാ സാറേ. മോളോ? എന്നിട്ട് അവളെവിടെ? അതെ, ഈ എസ്റ്റേറ്റിന്റെ അപ്പുറത്തുള്ള ലയത്തിലാ ഞങ്ങൾ താമസിക്കുന്നത്. അവൾ കോളേജിൽ പോയി. ആഴ്ചയിൽ 1 ഇവിടെ വരും. പിന്നെ എല്ലാത്തിനും എന്നെ സഹായിക്കും. ഹാജിയാർ ഈ തോട്ടം ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയതെന്ന് ഗബ്രിയലിന് അറിയാമോ? അറിയാം സാറേ. കിരൺ ചോപ്രി എന്നയാളിൽ നിന്നാ. കിരൺ ചോപ്രി? വിചിത്രമായ പേര്. അയാൾ എവിടുത്തുകാരനായിരുന്നു? അതൊന്നും അറിയില്ല സാറേ. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഈ തോട്ടത്തിൽ എത്ര തൊഴിലാളികളുണ്ട്? 120 പേരുണ്ട് സാറേ. അവരൊക്കെ അപ്പുറത്തെ ലയത്തിലാണ് താമസം. തോട്ടത്തിനൊരു സൂപ്പർവൈസർ കാണുമല്ലോ, അയാൾ എവിടെ? അയാളൊരു ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം ആരെയും നിയമിച്ചിട്ടില്ല. കാർ ആക്സിഡന്റോ? കൊച്ചു മുതലാളി മരണപ്പെട്ട അതേ അപകടത്തിലാണ് ജയശങ്കറും മരിച്ചത്. അത് ആക്സിഡന്റ് ആയിരുന്നോ ഗബ്രിയലെ? അറിയില്ല സാറേ. കൊലപാതകമാണെന്നും നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നു. എത്ര മാസമായി അത് നടന്നിട്ട്? 8 മാസം. ഞാൻ ഈ തോട്ടം വാങ്ങുന്നതിൽ ഗബ്രിയലിന്റെ അഭിപ്രായം എന്താ? നല്ലതാ സാറേ. പുതിയ മുതലാളി വരാൻ എല്ലാവരും ആശിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. ഗബ്രിയലിന്റെ കണ്ണ് നിറഞ്ഞു. ഞാനിത് വാങ്ങിച്ചാൽ പഴയ ആരെയും പറഞ്ഞു വിടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. തൊഴിലാളികൾക്ക് ശമ്പളം എത്തിച്ചു തരുന്നത് ആരാണ്? സലീം ഹാജി പണം അയക്കും. ശശാങ്കൻ അത് എടുത്തുകൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. ആരാ ശശാങ്കൻ? ഇപ്പോ സൂപ്പർവൈസറുടെ സ്ഥാനം നോക്കുന്നത് അയാളാ. പെൻഷനാകാറായി. സാറേ, കുടിക്കാൻ ചായയോ ജ്യൂസോ എടുക്കട്ടെ? ഗബ്രിയലിന്റെ ഇഷ്ടം. സത്യപാലനും ഹരിപ്രസാദും ബംഗ്ലാവ് മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. അവർ വന്ന വിവരമറിഞ്ഞ് കുറെ തൊഴിലാളികൾ ബംഗ്ലാവിന്റെ മുറ്റത്ത് തടിച്ചുകൂടി. ഹരിപ്രസാദ് എല്ലാവരുമായി സംസാരിച്ച് അഭിപ്രായങ്ങൾ തിരക്കി. ആദ്യ ദർശനത്തിൽ തന്നെ ഹരിപ്രസാദിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തൊഴിലാളികൾ യാത്ര പറഞ്ഞപ്പോൾ ഹരിയുടെ മനസ്സ് കുളിർത്തു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം മനുഷ്യർ. പട്ടണത്തിന്റെ യാതൊരു കപടതയുമില്ലാത്ത സാധാരണക്കാർ. ഉറപ്പിക്കാം അല്ലേ സത്യപാല? സാറിന്റെ ഇഷ്ടം. ഞാൻ വൈഫുമായി സംസാരിക്കട്ടെ. ഹരിപ്രസാദ് മൊബൈൽ എടുത്തു. ഇവിടെ റേഞ്ചില്ല. അത് പറയാൻ മറന്നു സാറേ. ഈ ഭാഗത്ത് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. മൊബൈൽ ഫോണിന് റേഞ്ചില്ല. ചെമ്പകത്തറ BSNLന്റെ ഒരു ടവറുണ്ട്. അതിന്ന് കഷ്ടി കണ്ണാടിപ്പാറ വരെ കിട്ടും. എയർടെല്ലിന്റെ ഒരു ടവർ കണ്ണാടിപ്പാറയിൽ വരേണ്ടതായിരുന്നു. പരിസ്ഥിതി പ്രശ്നം പറഞ്ഞ് നാട്ടുകാരും ചില സാമൂഹ്യക്ഷേമക്കാരും ചേർന്ന് അത് ഇല്ലാതാക്കി. ഹരിപ്രസാദ് സ്വീകരണ മുറിയിലെ ലാൻഡ് ഫോണിന് അടുത്തേക്ക് ചെന്നു. പിന്നെ റിസീവർ എടുത്ത് വീട്ടിലെ നമ്പർ കുത്തി. ഹലോ, ഇന്ദുവിന്റെ ശബ്ദം കേട്ടു. ഇന്ദു, ഇത് ഞാനാ. ഹരിയേട്ടനോ? മൊബൈൽ എവിടെ? ഞാൻ എസ്റ്റേറ്റിലാ. ഇവിടെ മൊബൈലിന് റേഞ്ചില്ല. ഇത് ബംഗ്ലാവിലെ ഫോണാ. എന്തായി ഹരിയേട്ടാ? തോട്ടവും വീടും ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. നിനക്കും ഇഷ്ടപ്പെടും തീർച്ച. എങ്കിലും ഉറപ്പിച്ചോ,
മറ്റാരെങ്കിലും അടിച്ചുകൊണ്ട് പോകും മുമ്പ് എഗ്രിമെന്റ് എഴുതണം. ഡൺ. മോനെ എവിടെ? ഉറങ്ങി. ശരി എന്തു. ഹരി ഫോൺ കട്ട് ചെയ്തു. സാറേ, ഇന്ദു സാർ എന്തു പറയുന്നു? എൻ്റെ ഇഷ്ടം തന്നെയാടോ അവക്കും. ഞങ്ങളിത് വാങ്ങാൻ തീരുമാനിച്ചു. സത്യപാലിന് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തോന്നി. നല്ലൊരു തുക കമ്മീഷൻ ഇനത്തിൽ കിട്ടും. സാർ, പോകുന്ന വഴി ഓഫീസിൽ വരണം. ജോർജ് കുട്ടിയുമായി സംസാരിച്ച് ഒരു ടോക്കൺ അഡ്വാൻസ് നൽകി എഗ്രിമെന്റ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ശരിയാക്കിക്കൊള്ളാം. രജിസ്ട്രേഷൻ്റെ അന്ന് ഹാജിയാരെയും മകനെയും എവിടെ എത്തിച്ചാൽ പോരെ? മതി. അതിനു മുമ്പ് എനിക്ക് ഹാജിയാരുമായി സംസാരിക്കണം. ഫോൺ നമ്പർ ഇല്ലേ? ഉണ്ട് സാറേ, ജോർജ് കുട്ടിയുടെ കയ്യിലാ. സാറേ, ജ്യൂസ് കൊണ്ടുവരട്ടെ? ഗബ്രിയേൽ വന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഗബ്രിയലെ. അവർ ഡൈനിങ് ഹാളിലെ ടേബിളിന് മുന്നിലിരുന്നു. ഗബ്രിയേൽ ട്രേയിൽ ജ്യൂസുമായി വന്നു. ഗ്രേപ്പ് ജ്യൂസ് ആണോ? അതെ സാറേ. തല ചൊറിഞ്ഞുകൊണ്ട് ഗബ്രിയേൽ മാറി നിന്നു. കൊള്ളാം, നന്നായിരിക്കുന്നു. സ്ട്രോ ഇട്ട് ഒരിറക്ക് വലിച്ചു കുടിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. 1 മണിക്കൂറോളം ബംഗ്ലാവിൽ ചിലവഴിച്ച ശേഷമാണ് ഹരിയും സത്യപാലനും ഗബ്രിയേലിനോട് യാത്ര പറഞ്ഞിറങ്ങിയത്. എഴുത്തുകാർക്ക് പറ്റിയ അന്തരീക്ഷവും ഏകാന്തതയും. കാറോടിക്കുന്നതിനിടയിൽ ഹരി പറഞ്ഞു. അത് നേരെ സാറേ. 2 വർഷം മുമ്പ് ഇവിടെ ഒരു പ്രേത സീരിയലിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. ഞാൻ ആ കാര്യം ഇപ്പോഴാണ് ഓർത്തത്. നേരോ? അതെ. മരിച്ചുപോയ ഹാജിയയുടെ മകന് സിനിമാക്കാരും സീരിയലുകാരുമായി നല്ല ബന്ധമായിരുന്നു. അത് ശരി. എൻ്റെ ബ്രദറും ഒരു സിനിമാക്കാരനാ. അവൻ മദ്രാസിലാ. സംവിധായകനാണോ? സംവിധാനം, തിരക്കഥ എന്ന് വേണ്ട സകലതിലും കൈവയ്ക്കും. നമ്മുടെ ബാലചന്ദ്രമേനോൻ സാറിനെ പോലെ അല്ലേ? അതെ. സത്യപാലിന്റെ സന്ദർഭോചിതമായ മറുപടി കേട്ട് ഹരി പുഞ്ചിരിച്ചു. കാർ ഇരുമ്പുപാലത്തിലേക്ക് കയറി. ഇതെപ്പോഴാ തകർന്നതെന്നാ എൻ്റെ പേടി. ആന കയറിയാ തകരില്ല സാറേ. പാലം കടന്നതും ആ കാഴ്ച കണ്ടത് സത്യപാലനാണ്. സാറേ, ദാണ്ടേ അവൻ, നമ്മൾ വഴി ചോദിച്ചവൻ. ഹരി കാറിന്റെ വേഗത കുറിച്ചു. അവൻ തിരിച്ചു വരുന്ന വഴിയാണല്ലോ. സംസാരിക്കണോ? വെറുതെ ഒന്ന് വരട്ടെ സാറേ. ഹരി കാർ നിർത്തി. ഡോർ തുറന്ന 2 പേരും ഇറങ്ങി. നിങ്ങളിതുവരെ പോയില്ലേ? യുവാവ് ചോദിച്ചു. പോയിട്ട് മടക്കമാ. ഇയാളേതാ? ഇവിടെയുള്ളവരെ ഇപ്പോൾ വന്ന് നിങ്ങൾ എങ്ങനെ അറിയാനാ സാറേ? അവനൊന്ന് പുഞ്ചിരിച്ചു. എടോ, ഈ സാറാ ഹിമശൈലം എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത്. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കേ. സത്യപാലൻ ചൂടായി. ഞാൻ മര്യാദകളൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ തൻ്റെ പേര്? ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിക്കോളാസ്. നല്ല പേര്. ഇപ്പോൾ ബംഗ്ലാവിലേക്കാണോ? അതെ. അതെന്തിനാ? എൻ്റെ അച്ഛനെ കാണാൻ. അച്ഛനോ? ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. അതെ, ഗബ്രിയേൽ എൻ്റെ ഫാദറാ. എന്നാലത് നേരത്തെ പറയണ്ടേ? നിങ്ങൾ 2 മക്കളാണല്ലേ ഗബ്രിയേലിന്? അതെ. നീ പട്ടണത്തിൽ പഠിക്കുന്നു? ശരി, നമുക്ക് ഇനിയും കാണാം. സാറിൻ്റെ പേര്? ഹരിപ്രസാദ്. വരട്ടെ. ഹരിയും സത്യപാലനും കാറിൽ കയറി. അവൻ മയക്കുമരുന്നിന് അടിമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. താൻ പോടൂ. നേരത്തെ ഭ്രാന്തായിരുന്നു, ഇപ്പം മയക്കുമരുന്ന്. ഹരി ദേഷ്യത്തോടെ പറഞ്ഞു. സത്യപാലൻ വായടച്ചു. കാർ കണ്ണാടിപ്പാറ ജംഗ്ഷനിലെത്തി. ഊണ് കഴിക്കണോ? ടൗണിൽ ചെന്നിട്ട് മതി സാറേ. കാർ മുന്നോട്ട് ഓടി മറിഞ്ഞതും ഒരു കെട്ടിടത്തിന്റെ പിന്നിൽ നിന്നും 2 പേർ റോഡിലേക്ക് ഇറങ്ങി. ആ പോയവനാ എസ്റ്റേറ്റ് വാങ്ങാൻ വരുന്നത്, തടിയൻ പറഞ്ഞു. നമ്മുടെ ജോലി കൂടി. ഒരുത്തനെ പറഞ്ഞു വിടാൻ പെട്ട പാട് നമുക്കേ അറിയൂ. കൊമ്പമീശക്കാരൻ തമാശ പറഞ്ഞതുപോലെ പൊട്ടിച്ചിരിച്ചു. ബംഗ്ലാവിലെ ലാൻഡ് ഫോൺ കരഞ്ഞു. ഗബ്രിയേൽ റിസീവർ എടുത്തു. പുതിയ മുതലാളി പോയോടാ? അങ്ങേ തലക്കിൽ നിന്നൊരു ശബ്ദം ഒഴുകിയെത്തി. പോയി മുതലാളി. ഗബ്രിയേൽ വിനയാന്വിതനായി. താനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല മുതലാളി. ആരും ഒന്നും അറിയരുത്. എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. തൻ്റെ മകനെവിടെ? ആ തെറിച്ച സന്തതി. ഇവിടെ ഉണ്ട്. അവനോടും പറയണം. എന്തെങ്കിലും അയാൾ അറിഞ്ഞാൽ. അറിയാമല്ലോ എന്നെ. ഓക്കെ, ബൈ. ഫോൺ കട്ടായതും ഗബ്രിയേൽ റിസീവർ കാർഡിൽ വെച്ചു. ആരാ പപ്പ വിളിച്ചത്? പാൻപരാഗ് ചവച്ചുകൊണ്ട് നിക്കോളാസ് അങ്ങോട്ട് വന്നു. ബോസ്. അമ്പരപ്പോടെ നിക്കോളാസ് ഗബ്രിയേലിനെ നോക്കി. ബോസോ? അതെ, നീ ഉദ്ദേശിച്ച ആൾ തന്നെ. എഞ്ചിനീയർ ഹരിപ്രസാദ് ഈ തോട്ടവും ബംഗ്ലാവും വാങ്ങിക്കുമെന്ന് പപ്പായ്ക്ക് തോന്നുന്നുണ്ടോ? നിക്കോളാസ് ചോദിച്ചു. അയാൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു. കച്ചവടം ഉറപ്പിക്കാമെന്ന് ആ ബ്രോക്കറോട് പറയുന്നത് ഞാൻ കേട്ടതാ. പക്ഷേ ഈ കച്ചവടം നടത്താൻ ബോസ് സമ്മതിക്കുമോ പപ്പ?
എനിക്കൊന്നും അറിയില്ല. ബോസ് പറയുന്നത് കേൾക്കാനേ തൽക്കാലം നമുക്ക് കഴിയൂ. തോട്ടത്തിന്റെ പേപ്പറുകൾ ഹാജിയാരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അയാൾക്കത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. പക്ഷേ താമസിക്കാൻ വരുന്നവർ ജീവനോടെ ഇരുന്നെങ്കിലല്ലേ. ആ നാസർ റഹ്മാനെ പോലെ. അയാളെ ബോസ് കൊലപ്പെടുത്തിയതെന്നാണോ പപ്പ പറയുന്നത്? പിന്നല്ലാതെ. അതൊരു ആക്സിഡന്റ് അല്ലെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. മതി, ഈ സംസാരം ഇവിടെ നിർത്താം. ചുവരുകൾക്ക് പോലും കാതുള്ള കാലമാ. ബോസ് എങ്ങാനും ഇതറിഞ്ഞ. ഗബ്രിയൽ നിർത്തിയിട്ട് മകനെ നോക്കി. അയാൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്കറിയില്ല. ചോദ്യങ്ങളും സംശയങ്ങളും അരുത്. ഗബ്രിയൽ മുറിവിട്ടുപോയി. കാർ പട്ടണത്തിലെത്തിയ ഉടനെ സത്യപാലിന്റെ നിർദ്ദേശപ്രകാരം ഹരിപ്രസാദ് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഓഫീസിലേക്ക് പോയി. ഞാൻ കാത്തിരിക്കുകയായിരുന്നു സർ. ജോർജ് കുട്ടി ഹരിയെ സ്വീകരിച്ചു. തോട്ടം സാറിന് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സന്തോഷത്തോടെ ജോർജ് കുട്ടി പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. നമുക്കിതങ്ങ് ഫിക്സ് ചെയ്യാം. ശരി സർ. എനിക്ക് ആ തോട്ടത്തിന്റെ രേഖകളുടെ കോപ്പി കാണാൻ സാധിക്കുമോ? പിന്നെന്താ സർ. സാർ മറ്റന്നാൾ വന്നോളൂ. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. 1 crore 20 lakh അല്പം കൂടുതലാണല്ലോ ജോർജ് കുട്ടി. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം സാറേ, സത്യപാലൻ ഇടയിൽ കയറി പറഞ്ഞു. പിന്നെ എനിക്ക് ഹാജിയാരുടെ ഗൾഫിലെ ഫോൺ നമ്പർ വേണം. കാര്യങ്ങളൊക്കെ വിളിച്ച് നേരിൽ ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ജോർജ് കുട്ടി ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തു. ഇതിൽ ഹാജിയാരുടെയും മൂത്ത മകന്റെയും ഫോൺ നമ്പറുകളുണ്ട്. സാറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. മറ്റന്നാൾ ഇങ്ങോട്ട് വരാം. വെൽക്കം സർ. ജോർജ് കുട്ടി ഹരിപ്രസാദിന്റെ കൈ പിടിച്ച് കുലുക്കി. ഹരി ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ കയറി. പോർച്ചിൽ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഇന്ദു വാതിൽ തുറന്നു. മോനുറങ്ങിയോ? ഹരി അകത്തേക്ക് വന്നു. ഇപ്പൊ കിടത്തിയതേ ഉള്ളൂ. ഗോപാലേട്ടൻ കുട്ടികളെ കൊണ്ടുവരാൻ പോയോ? 10 മിനിറ്റായി. ചായ എടുക്കണോ? വേണം. ഡ്രൈവ് ചെയ്തിട്ടേ വല്ലാത്ത ക്ഷീണം. ഹരി മുറിയിൽ പോയി ഡ്രസ്സ് മാറ്റി വന്നു. ഇന്ന് ഓഫീസിൽ പോയില്ല അല്ലേ? ഇല്ല, രാവിലെ തന്നെ കണ്ണാടിപ്പാറയ്ക്ക് പോയി. തിരിച്ചു വന്നത് ഇപ്പോഴാണ്. പോയ വിശേഷങ്ങൾ തിരക്കാനുണ്ട്. ഞാനിപ്പോൾ ചായയുമായി വരാം. എങ്കിൽ ഞാനൊന്ന് മെയിൽ എഴുതട്ടെ. ഹരി കുളിമുറിയിലേക്ക് കയറി. അപ്പോഴും അയാൾ ചിന്തിച്ചത് ആ തോട്ടത്തെക്കുറിച്ചായിരുന്നു. 1,20,00,000 എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ ആ മലമ്പ്രദേശത്തുള്ള തോട്ടം വാങ്ങിയാൽ തനിക്കുള്ള ലാഭത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഹരിയേട്ടാ, കഴിഞ്ഞില്ലേ? ഇതാ വന്നു. ഹരി ബാത്റൂമിൽ നിന്നിറങ്ങി ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. മേശപ്പുറത്ത് ആവി പറക്കുന്ന ചായ. കഴിക്കാൻ നല്ല ഇലയട എടുക്കട്ടെ? മക്കൾക്ക് ഉണ്ടാക്കി വെച്ചാണ്. ശർക്കരയും തേങ്ങയും വെച്ചുണ്ടാക്കുന്ന അട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരെണ്ണം എടുക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇന്ദു അകത്തു പോയി പ്ലേറ്റിൽ അടയുമായി വന്നു. ഹരിപ്രസാദ് കസേര വലിച്ചിട്ടിരുന്നു. അടുത്തായി ഇന്ദു. ഇനി എസ്റ്റേറ്റിന്റെ വിശേഷങ്ങൾ പറയൂ. വീടും തോട്ടവും എനിക്ക് ഇഷ്ടപ്പെട്ടു. മലമ്പ്രദേശമാണ്. മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലം. മെയിൻ റോഡിൽ നിന്ന് തോട്ടത്തിലേക്ക് മെറ്റൽ റോഡ്. ഹരിപ്രസാദ് തോട്ടത്തെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും ഇന്ദുവിനോട് വിശദമായി പറഞ്ഞു കൊടുത്തു. കേട്ടിട്ട് കൊള്ളാമല്ലോ ഹരിയേട്ടാ. 1,20,00,000 അത്ര കൂടുതലൊന്നും അല്ല. അതല്ല ഇന്ദു ഞാൻ പറഞ്ഞത്. മുടക്കുന്ന തുകയ്ക്ക് നമുക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഹരിയേട്ടാ. മണ്ണിനും പൊന്നിനും വില കൂടത്തല്ലേ ഉള്ളൂ. എനിക്കും സ്ഥലവും വീടും കാണണം. മറ്റന്നാ ഞാൻ ബ്രോക്കറെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നീയും എൻ്റെ ഒപ്പം പോരെ? നമുക്ക് കണ്ണാടിപ്പാറ പോയിട്ട് വരാം. അത് കൊള്ളാമെന്ന് ഇന്ദുവിന് തോന്നി. രാത്രിയിൽ ഹരിപ്രസാദ് ഗൾഫിലുള്ള ഹാജിയാരെയും മകനെയും വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തി. 5 ദിവസത്തിനുള്ളിൽ അവർ നാട്ടിലെത്തും. അപ്പോൾ സ്ഥലം എഗ്രിമെന്റ് ചെയ്യാമെന്ന ധാരണയിൽ കോൾ കട്ട് ചെയ്തു. എനിക്കിപ്പോഴാണ് സമാധാനമായത്. കിടപ്പറയിലേക്ക് വന്ന ഹരിപ്രസാദ് പറഞ്ഞു. ഹാജിയാരെ വിളിച്ചോ? പേപ്പേഴ്സ് എല്ലാം പക്ക ക്ലിയർ. നമുക്ക് കാണാൻ വേണ്ടി ഒറിജിനലിന്റെ കോപ്പി അയക്കും. സത്യപാലിന്റെ ഓഫീസിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി. പറഞ്ഞ തുകയിൽ നിന്നും 20 ലക്ഷം കുറച്ചിട്ടുണ്ട്. ചെറിയൊരു വിലപേശൽ വേണ്ടി വന്നു. ചിരിയോടെ ഹരിപ്രസാദ് പറഞ്ഞു. പേശാൻ നിങ്ങൾ പണ്ടേയും എടുക്കാനാണല്ലോ. ഇന്ദുവും ചിരിച്ചു. ഹരിപ്രസാദ് ഓഫീസിൽ നിന്നും മടങ്ങി വരുമ്പോൾ ജോർജ് കുട്ടിയുടെ ഫോൺ കോൾ വന്നു. എന്താ ജോർജ് കുട്ടി? സാർ, ഹാജിയാർ അയച്ച പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. സാർ ഈ വഴി വന്നാൽ അത് കാണാമായിരുന്നു. ജോർജ് കുട്ടി, ഞാനിപ്പോൾ വീടെത്താറായി. നാളെ രാവിലെ വരാം. എൻ്റെ ഒപ്പം വൈഫും ഉണ്ടാവും.
അവക്ക് വീടും തോട്ടവും കാണണമെന്ന് വല്ലാത്ത നിർബന്ധം. അതിനെന്താ സാർ, ഞാൻ സത്യപാലനെ കൂടെ അയക്കാം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ വഴിയൊക്കെ അറിയാമല്ലോ. ഓക്കെ സർ, രാവിലെ കാണാം. ജോർജ് കുട്ടി കോൾ കട്ടാക്കിയതും ഹരിപ്രസാദ് ഫോൺ ഡാഷ്ബോർഡിന് മുകളിലേക്ക് ഇട്ടു. പിറ്റേന്ന് ഗോപാലേട്ടൻ കുട്ടികളുമായി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് ഹരിപ്രസാദും ഇന്ദുവും യാത്രയ്ക്കൊരുങ്ങി. ഗോപാലേട്ടനോട് നമ്മൾ പോകുന്ന കാര്യം പറഞ്ഞില്ലേ ഇന്ദു? ഉവ്വ് ഹരിയേട്ടാ, കല്യാണിയോട് ഞാൻ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറങ്ങാം. ഇന്ദു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ടു. കല്യാണി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി കുഞ്ഞെ. ഇന്ദുവും ഹരിപ്രസാദും കാറിൽ കയറി. ഹരി കാർ സ്റ്റാർട്ട് ചെയ്തതും കല്യാണി വാതിലടച്ച് ലോക്ക് ചെയ്തു. കാർ റോഡിലേക്ക് ഇറങ്ങിയതും കുഞ്ഞുണർന്ന് കരഞ്ഞു. ഇന്ദു അവന്റെ കാലുകളിൽ പതുക്കെ തട്ടി മൂളിപ്പാട്ട് പാടി. ഹരി കാറിലെ AC ഓൺ ചെയ്തു. AC ഇടണ്ട ഹരിയേട്ടാ, മോന് ജലദോഷം ഉണ്ടാവും. അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഓഫ് ചെയ്യാം. ചിലപ്പോ ചൂട് കാരണമായിരിക്കും ഉണർന്നത്. കാർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. 10 മിനിറ്റിനുള്ളിൽ ജോർജ് കുട്ടിയുടെ ഓഫീസിന് മുന്നിലെത്തി. നീ മോനും കാറിലിരുന്നാ മതി. ഹരി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഞാൻ സാറിനെ കാത്തിരിക്കുകയായിരുന്നു. മേശപ്പുറത്തിരുന്ന ഫയൽ തുറന്ന് ഡീഡിന്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് ജോർജ് കുട്ടി പറഞ്ഞു. സത്യപാലൻ എത്തിയില്ലേ? ഇല്ല, അയാൾ ഒരു പാർട്ടിയം കൊണ്ട് സ്ഥലം കാണിക്കാൻ പോയതാണ്. ഹരിപ്രസാദിന്റെ കണ്ണുകൾ പേപ്പറിലൂടെ പാഞ്ഞു. പ്രത്യക്ഷത്തിൽ യാതൊരു പ്രോബ്ലവും കാണുന്നില്ല. ഡീഡിന്റെ കോപ്പി തിരികെ കൊടുത്തുകൊണ്ട് ഹരി പറഞ്ഞു. സർ, തോട്ടത്തിലേക്ക് പോകുന്നില്ലേ? ഉണ്ട്, ഭാര്യയും മോനും കാറിലുണ്ട്. ഞാൻ ഗബ്രിയലിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണം അവിടെ ശരിയാക്കും. താങ്ക്സ്. സർ, ഹാജിയാരെ വിളിച്ചിരുന്നല്ലേ? ഉവ്വ്, എന്നോട് ഹാജിയാർ വിവരങ്ങളെല്ലാം പറഞ്ഞു. 20 ലക്ഷം കുറച്ച് കിട്ടിയല്ലോ, നന്നായി. ഞാൻ ഇറങ്ങട്ടെ, തിരിച്ചു വന്നിട്ട് വിളിക്കാം. ഷുവർ സർ. ഹരിപ്രസാദ് കാറിൽ കയറി. പേപ്പേഴ്സൊക്കെ ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമുണ്ടെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കില്ലല്ലോ. പിന്നെ കോടികൾ മുടക്കുമ്പോൾ നമ്മളെല്ലാം നോക്കണ്ടേ എന്ന് കരുതി പരിശോധിച്ചെന്നേ ഉള്ളൂ. കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹരി പറഞ്ഞു. അവൻ ഉണർന്നോ? പാല് കൊടുത്ത് ഉറക്കി. ഹരി ഉറങ്ങുന്ന കുഞ്ഞിന്റെ കവിളിൽ അരുമയോടെ തലോടി. ഇവൻ എത്ര ഭാഗ്യവാൻ, ഒന്നും അറിയണ്ടല്ലോ. പക്ഷേ വളർന്നു കഴിയുമ്പോൾ ഏതൊക്കെ വിഷമഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് ആര് കണ്ടു ഹരിയേട്ടാ? ഇവനെപ്പോലെ തന്നെ അമ്മയുടെ മടിയിൽ നിഷ്കളങ്കമായി ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞാണല്ലോ താനുമെന്ന് ഹരി ചിന്തിച്ചു. വളർന്നപ്പോ ഏതൊക്കെ ദുർഘടസന്ധികൾ കടന്നാണ് ഇന്നത്തെ എഞ്ചിനീയർ ഹരിപ്രസാദായി മാറിയത്. എതിരെ ഒരു ടാങ്കർ ലോറി വന്നതും ഹരിയുടെ ചിന്ത മുറിഞ്ഞു. അവൾ ചെമ്പകത്തറയിലെത്തി. ഈ ടൗൺ ഏതാ ഹരിയേട്ടാ? ഇതാണ് ചെമ്പകത്തറ. ഇവിടം വിട്ടു കഴിഞ്ഞാൽ ഹെയർപിൻ വളവുകളും ചെങ്കുത്തായ കയറ്റുമാണ് കണ്ണാടിപ്പാറ എത്തും വരെ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കാർ ഓടിക്കൊണ്ടിരുന്നു. സമതലത്തു നിന്നും ചെങ്കുത്തായ കയറ്റത്തിലേക്ക് കാർ പതുക്കെ കയറി. ഇന്ദു പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളവുകളും തിരിവുകളും പിന്നിട്ട് കാർ കുതിച്ചുകൊണ്ടിരുന്നു. ഹെയർപിൻ വളവ് തിരിഞ്ഞപ്പോഴാണ് ഹരിപ്രസാദ് സൈഡ് ഗ്ലാസ് ശ്രദ്ധിച്ചത്. കുറേ നേരമായി ഒരു സ്കോർപിയോ കാർ തങ്ങളുടെ പിന്നാലെ വരാൻ തുടങ്ങിയിട്ട്. താഴ്വാരത്തു നിന്നും അത് കാറിന്റെ പിന്നാലെ കൂടിയതാണ്. എന്താ ഹരിയേട്ടാ? കുറച്ചു സമയമായി നമ്മുടെ പിന്നാലെ അവരുണ്ട്. ഇന്ദു തിരിഞ്ഞു നോക്കി. വെള്ള സ്കോർപിയോ. സൈഡ് കൊടുക്കുക ഹരിയേട്ടാ, അവർ കയറി പോട്ടെ, പണിയുണ്ട്. ഒരു വളവ് തിരിഞ്ഞതും ഹരി കാർ സൈഡിൽ ഒതുക്കി നിർത്തി. പാഞ്ഞു വന്ന സ്കോർപിയോ അവരെ കടന്നുപോയി. നമ്മൾ ഇവിടെ നിർത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കില്ല. കള്ളന്മാരാണോ ഹരിയേട്ടാ? പട്ടാപ്പകൽ കാറിന് പിന്നാലെ വന്നിട്ട് എന്ത് കിട്ടാനാ എന്തു? ചിലപ്പോ നമ്മുടെ തോന്നലായിരിക്കും. പോകാം. ഹരി കാർ മുന്നോട്ടെടുത്തു. കാർ കണ്ണാടിപ്പാറ ടൗണിലെത്തി. ചായ വെള്ളമോ വേണോ? വേണ്ട, നമുക്ക് വേഗം പോകാം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തിരിച്ചെത്തണം. കാർ എസ്റ്റേറ്റിലേക്കുള്ള മെറ്റൽ റോഡിലേക്ക് കയറി. കാട്ടിലൂടെ അത് മുന്നോട്ട് കുതിച്ചു. ഇരുമ്പ് പാലത്തിലേക്ക് കാർ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഹരി അത് കണ്ടത്. അയാൾ പെട്ടെന്ന് കാർ നിർത്തി. കാറിലിരുന്ന് മയങ്ങിപ്പോയ ഇന്ദു കണ്ണു തുറന്നു. എന്താ ഹരിയേട്ടാ? അയാൾ മുന്നോട്ട് കൈ ചൂണ്ടി. ഇന്ദു പുറത്തേക്ക് നോക്കി. അവൾ അമ്പരന്ന് പോയി. തങ്ങളെ പിന്തുടർന്ന് വന്ന വെള്ള സ്കോർപിയോ കാർ പാലത്തിൽ കിടക്കുന്നു. എനിക്ക് ആകെ പേടിയാവുന്നു ഹരിയേട്ടാ. നീ മിണ്ടാതിരിക്കേ. ഹരി കാറിന്റെ ഹോൺ അടിച്ചു. പെട്ടെന്ന് സ്കോർപിയോ സ്റ്റാർട്ടായി മുന്നോട്ട് കുതിച്ചു. കാഴ്ച കാണാൻ വന്ന ഏതോ യാത്രക്കാരാ. ഹരി കാർ പാലത്തിലേക്ക് കയറ്റി. ദൂരെ കാണുന്നതാണ് ഹിമശൈലം എസ്റ്റേറ്റ്. ഹരി പറഞ്ഞപ്പോഴാണ് അത് എസ്റ്റേറ്റ് ആണെന്ന്
ഇന്ദുവിന് മനസ്സിലായത്. പാലം കടക്കുന്നത് വരെ കൊടും കാടാണല്ലോ ഹരിയേട്ടാ. അതെ, റിസർവ് ഫോറസ്റ്റാ. കാർ ബംഗ്ലാവിലേക്കുള്ള ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. അതാ നമ്മുടെ സ്വപ്ന സൗധം. ഇന്ദു അത്ഭുതത്തോടെ നോക്കി. കൊള്ളാം, അതിഗംഭീരം. ഹരിയേട്ടൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. ഒരു കാര്യത്തിലും എൻ്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. പിന്നെ അല്ലേ ഇത്? അയാൾ അർത്ഥഗർഭമായി അവളെ നോക്കി. കാർ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് നിന്നു. ഹരിപ്രസാദും ഇന്ദുലേഖയും കാറിൽ നിന്നിറങ്ങിയപ്പോഴേക്കും ഗബ്രിയേൽ വന്നു. കൂടെ സുന്ദരിയായ ഒരു യുവതിയും. സാറും മാഡവും വരുന്ന കാര്യം ജോർജൂട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ചിരിച്ചുകൊണ്ട് ഗബ്രിയേൽ പറഞ്ഞു. ഇതാരാണ്? ഹരി ചോദിച്ചു. എൻ്റെ മോള് റോസി. ഇന്ദു സംശയത്തോടെ റോസിയെ നോക്കി. നല്ല മുഖപരിചയം. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോ? ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന റോസി ചോദിച്ചു. നല്ല പരിചയമുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ മാഡത്തിൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇന്റർസോൺ കലാമേളയിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ പോയിന്റ്. ഇപ്പോൾ ഓർമ്മ വന്നു. റോസി ഗബ്രിയേൽ, സെക്കൻഡ് ബികോം. അതെ മാഡം, റോസി പറഞ്ഞു. സാറന്മാർ വന്നേട്ടെ. പെട്ടെന്ന് ഇന്ദുവിൻ്റെ തോളിൽ മയങ്ങിക്കിടന്ന കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങി. മാഡം, മോനെ ഞാനെടുക്കാം. റോസി കൈനീട്ടി. അവൻ പരിചയമില്ലാത്തവർ എടുത്ത കരയും മോളെ. ഹരിയും ഇന്ദുവും അകത്തേക്ക് കയറി. ഒപ്പം ഗബ്രിയേലും റോസിയും. ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ദു തിരക്കി. ഇല്ല മാഡം, ഇവിടെ കുറച്ച് ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പപ്പ എന്നെ വിട്ടില്ല. ഗബ്രിയേലെ, നിക്കോളസ് എവിടെ? അവൻ ടൗണിൽ നിന്ന് ഇതുവരെ എത്തിയില്ല. സാറേ, ഊണെടുക്കട്ടെ, എല്ലാം റെഡിയാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധിച്ചെടുത്തു? മോള് വന്നതുകൊണ്ട് എനിക്ക് എളുപ്പമായി സാറേ. ഗബ്രിയേലെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ സാറേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. സാറെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വെള്ള സ്കോർപ്പിയോ പിന്നാലെ ഉണ്ടായിരുന്നു. വഴിക്ക് വെച്ച് അപ്രത്യക്ഷമായി. ഒടുവിൽ ഇരുമ്പ് പാലത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങളെ കണ്ടതും വിട്ടുപോയി. ഇങ്ങോട്ട് ഒരു കാറും വന്നില്ല സാറേ. ഗബ്രിയേലിന്റെ മുഖം മാറിയത് ഹരി കണ്ടില്ല. ഗബ്രിയേലും റോസിയും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത്. ഹരിയും ഇന്ദുവും ഊണ് കഴിക്കാനിരുന്നു. ഉറങ്ങിപ്പോയ കുഞ്ഞിനെ റോസി എടുത്ത് തോളത്ത് കിടത്തി. കൊള്ളാം, കറികളൊക്കെ നന്നായിരിക്കുന്നു, ഹരി പറഞ്ഞു. ഒക്കെ മോളുടെ കൈപ്പുണ്യമാ സാറേ. അപ്പോൾ സ്വീകരണ മുറിയിലിരുന്ന ലാൻഡ് ഫോൺ ശബ്ദിച്ചു. മോളെ, ആരാണെന്ന് നോക്കിക്കേ. എൻ്റെ കയ്യിൽ മോനാ, പപ്പ തന്നെ പോയി നോക്ക്. ഗബ്രിയേൽ സ്വീകരണ മുറിയിലിരുന്ന ഫോൺ അറ്റൻഡ് ചെയ്തു. ആരാ? ഉറക്കെ വിളിച്ചു ചോദിച്ചു. അപ്പുറത്ത് നിശബ്ദമായിരുന്നു. ബോസ് ആയിരിക്കുമോ? ഹലോ ഹലോ. ലൈൻ കട്ടായിരുന്നു. മനുഷ്യനെ മെനക്കെടുത്താൻ. ഗബ്രിയേൽ റിസീവർ വെച്ചു. പെട്ടെന്ന് വീണ്ടും മണിയടിച്ചു. അയാൾ റിസീവർ എടുത്തു. ഹലോ, ആരാ? ഗബ്രിയേൽ അല്ലേ? ഒരു പരുക്കൻ ശബ്ദം ഒഴുകി വന്നു. ആരാ? മനസ്സിലായില്ല. താൻ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കൊള്ളൂ. തനിക്കെന്താ പേരില്ലേ? ഗബ്രിയേലിന് ദേഷ്യം വന്നു. ആരാ പപ്പ? റോസി വിളിച്ചു ചോദിക്കുന്നത് ഗബ്രിയേൽ കേട്ടു. അതാരാ, മോളാണോ? റിസീവറിലൂടെ വീണ്ടും ആ ശബ്ദം. ആണെങ്കിൽ എനിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടിട്ടുണ്ട് ആ സുന്ദരിയെ. തനിക്ക് എന്താ വേണ്ടത്? വച്ചിട്ട് പോടൂ. കോപിക്കാതെടൂ. താൻ തോട്ടക്കാരനല്ലേ, മുതലാളിയല്ലല്ലോ. മുതലാളിയായാലും തൊഴിലാളിയായാലും തനിക്കെന്താ? എനിക്ക് എന്തെങ്കിലും കാര്യമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ വിളിച്ചത്. തൻ്റെ ബംഗ്ലാവിൽ ഇപ്പോൾ 2 അതിഥികൾ വന്നിട്ടുണ്ടല്ലോ. എസ്റ്റേറ്റ് മേടിക്കാൻ പോകുന്ന പുതിയ മുതലാളിയും ഭാര്യയും അല്ലേ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്നത്? എന്നാര് പറഞ്ഞു? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് തിരക്കുന്നത്. പക്ഷേ ഒന്ന് ഞാനിപ്പോൾ പറയാം. അവർ ആ ബംഗ്ലാവ് വാങ്ങിച്ചാലും അവിടെ താമസിക്കില്ല. അതെന്താ? അതിനു മുമ്പ് അവർ മരിച്ചിരിക്കും. ഗബ്രിയേൽ ഞെട്ടിപ്പോയി. നീ ആരാടാ? രോഷം കൊള്ളണ്ട മുപ്പീനെ, ഞാൻ മരണമാണ്. ശവക്കല്ലറ പിളർന്നിറങ്ങി വന്ന മരണം. ലൈൻ പെട്ടെന്ന് കട്ടായി. ഗബ്രിയേൽ റിസീവറും പിടിച്ച് സ്തബ്ധനായി നിന്നുപോയി. പപ്പ, എന്തെടുക്കുക അവിടെ? റോസി വിളിച്ചതും ഗബ്രിയേൽ അങ്ങോട്ട് ഓടി. ആരാ പപ്പയെ വിളിച്ചത്? ഏതോ ഒരുത്തൻ, പേര് പറയാതെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി. അവൻ എന്താ ഗബ്രിയേലെ പറഞ്ഞത്? അത് താൻ ധൈര്യമായി പറയടോ, ഹരിപ്രസാദ് പറഞ്ഞു. ബംഗ്ലാവ് വാങ്ങിക്കുന്ന ആരാണെങ്കിലും ഇവിടെ താമസിക്കില്ലെന്ന്. കാരണം അതിനു മുമ്പ് അവർ കൊല്ലപ്പെടുമെന്ന്. എന്ത്? അത് കേട്ട് ഇന്ദുലേഖ ഞെട്ടിപ്പോയി. എന്തൊക്കെയാ ഹരിയേട്ട കേൾക്കുന്നത്?
നീ പേടിക്കാതെ എന്തു, ഇതൊക്കെ ചില ബ്രോക്കർമാരുടെ പണിയാ. നമ്മളെ പേടിപ്പിച്ച് വാങ്ങാതെ ഇട്ടിട്ട് പോയാൽ അവർക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കാം. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നു കാണും. ഇതുപോലുള്ള ബിസിനസ്സുകളിൽ ഇങ്ങനെയൊക്കെ സാധാരണയാ. നെവർ മൈൻഡ്. ഹരിപ്രസാദ് ചിരിച്ചു തള്ളി. സാറേ, ആ ശബ്ദം കേട്ടിട്ട് അത് ബ്രോക്കർമാരാണെന്ന് തോന്നിയില്ല. അയാൾ ഗൗരവമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, ഗബ്രിയേൽ പറഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.